ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയായിട്ട് കാണുവാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മുടെ ഗോവിന്ദ് അടിമുടി മാറിയിരിക്കുകയാണ്. നമ്മുടെ രാധികാമ്മയെ അടപടലം വിശ്വസിച്ചിരുന്ന ഗോവിന്ദ് ഇപ്പോൾ രാധികാമ്മയ്ക്ക് നേരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, വരുണിന്റെ കാരണത്തിട്ടടിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ രാധികാമ്മയോട് പറയുന്നുണ്ട്, വേറെ ഈ ഒരു വയസ്സാം കാലത്ത് വേറെല്ലായിടത്തും രാമനാമവും ജപിച്ചിരിക്കേണ്ട സമയത്ത് ഞാനിവിടെ കൊണ്ടുവന്ന ആൾക്കാരെ അഭിമാനിക്കാൻ ശ്രമിച്ചാൽ ഇനി ഞാൻ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ കത്തിക്കയറുന്നു കേട്ടോ. നമ്മുടെ രഞ്ജുവിനെ അപമാനിച്ചതാണ് നമ്മുടെ ഗോവിന്ദ് ചോദ്യം ചെയ്തത് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗീതു ആ ഒരു വലിയ രഹസ്യം അറിയുകയാണ്. ഞാൻ ഇരിക്കുമ്പോഴത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അജാസ് തന്നെയാണ് കുഴിച്ചിട്ട് എന്നൊക്കെ. പക്ഷേ കുറെ പേര് പറഞ്ഞില്ല, അജാസ് അങ്ങനെ ചെയ്യില്ല, അജാസ് ഗോവിന്ദിനെ ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും വീണ്ടും ആ ഒരു കിഷോറിന്റെ ബോഡി കിട്ടിയ സ്ഥലത്ത് വീണ്ടും അന്വേഷിക്കുമ്പോൾ അവിടെ നമ്മുടെ അജാസ് ആ ഒരു സ്പ്രേ അടിക്കുന്നുണ്ടല്ലോ, ആ ഒരു ശ്വാസമുട്ടലിന് അടിക്കുന്ന സ്പ്രേ അവിടെ വീണ് കിടന്ന് നമ്മുടെ ഗീതുവിന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗീതുവിന് മനസ്സിലായി അജാസ് തങ്ങളോട് പറഞ്ഞത് മൊത്തം കള്ളമാണ്, അജാസ് ആണ് ഏറ്റവും വലിയ ചതിയൻ എന്ന് നമ്മുടെ ഗീതു മനസ്സിലാക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. ഇനി അത് അജാസ് തന്നെയാണ്, ഇനി അജാസിനെ കുറിക്കാൻ നമ്മുടെ രാധികാമ്മ മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇട്ടതാണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കിക്കാണാം. എന്തായാലും നിലവില് നമ്മുടെ അജാസ് തന്നെയാട്ടോ വില്ലൻ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.